നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാസങ്ങൾക്ക് ശേഷം യുഎഇയിൽ പ്രതിദിന കോവിഡ്-19 കേസുകൾ 1000-ലേറെയായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1002 പേർക്ക് കൂടി രോഗം ബാധിച്ചതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2 ആഴ്ച മുൻപ് വരെ രോഗികളുടെ എണ്ണം 50-ൽ താഴെ വന്ന ശേഷം വീണ്ടും ഉയരുകയായിരുന്നു. 339 പേർ രോഗമുക്തി നേടി. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ കോവിഡ് മരണം 2154 ആകെ രോഗികൾ 7,46,587 ആണ്. രോഗമുക്തി നേടിയവർ 7,39,616. ചികിത്സയിലുള്ളവർ 4,787. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു. സൗദി അറേബ്യയിൽ പ്രവാസികളുടെ നെഞ്ചിടിപ്പേറ്റ് സ്വകാര്യ തൊഴിൽ മേഖലയിൽ സ്വദേശികളായ സ്ത്രീ പുരുഷ ജീവനക്കാരുടെ എണ്ണം ഉയരുന്നു. സ്വദേശിവൽക്കരണ പദ്ധതികൾ ഫലം കാണുന്നതിന്റെ തെളിവാണ് ഇത്. ഈ വർഷം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 19 ലക്ഷമായി ഉയർന്നു. സ്വദേശിവൽക്കരണം ഉയർത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കി വരുന്നത്. ഈ വർഷത്തോടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം വർദ്ധിച്ച് 19 ലക്ഷത്തിലെത്തിയതായി മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യമായാണ് സ്വകാര്യ മേഖലയിലെ സൗദി തൊഴിലാളികളുടെ എണ്ണം ഇത്രയധികം വർദ്ധിക്കുന്നത്. കഫേകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് പുറമെ മെഡിസിൻ, ഫാർമസി, ദന്തചികിത്സ, എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകൾ, അക്കൌണ്ടിംഗ് പ്രൊഫഷനുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ നടന്ന സ്വദേശിവൽക്കരണമാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. സൗദിയിൽ 3 മാസത്തിനിടെ വനിതാ ജീവനക്കാരുടെ എണ്ണത്തിൽ 2.9% വർധനവ്. 5 വർഷത്തിനിടെ സ്വകാര്യ മേഖലയിൽ സൗദി വനിതാ ജീവനക്കാരുടെ എണ്ണം 31.8% വർദ്ധിച്ചു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വനിതാ ജീവനക്കാരിൽ 59% പേർ സ്വകാര്യ മേഖലയിലും 41% പേർ സർക്കാർ മേഖലയിലുമാണ്. 2016 അവസാനത്തിൽ 53% സ്വകാര്യ മേഖലയിലും 47% സർക്കാർ മേഖലയിലുമായിരുന്നു. വനിതകൾക്കുള്ള ഡ്രൈവിംഗ് അനുമതിയടക്കം വിഷൻ 2030 പദ്ധതിയുടെയും ദേശീയ പരിവർത്തന പദ്ധതി 2020ന്റെയും ഭാഗമായി നിരവധി നയങ്ങളും പദ്ധതികളും സർക്കാർ അംഗീകരിച്ചതിന്റെ ഫലമായാണ് സ്വകാര്യ മേഖലയിലെ വനിതാ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ടായത്. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അബുദാബിയിലെ സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിലൊരിക്കൽ PCR ടെസ്റ്റ് നിർബന്ധമാക്കി. ഈ മാസം 26 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. 7 ദിവസം ഇടവേളകളിൽ PCR ടെസ്റ്റ് എടുത്ത് രോഗമില്ലെന്ന് ഉറപ്പാക്കിയാലേ സർക്കാർ ഓഫീസിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കൂ. ജീവനക്കാർക്കും സന്ദർശകർക്കും ഇത് ബാധകമായിരിക്കും. അൽ ഹുസൈൻ ആപ്പിലാണ് ഗ്രീൻ പാസ് കാണിക്കേണ്ടതെന്ന് ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു. ആഗോളതലത്തിൽ ഒമിക്രോൺ വ്യാപനം ശക്തിപ്പെട്ട സാഹചര്യത്തിലാണ് ഇതര രാജ്യങ്ങൾക്ക് കോവിഡ് നിയമങ്ങൾ കർശനമാക്കുന്നത്. യുഎഇയിലും ഒരാഴ്ചയ്ക്കിടെ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഇതോടെ വിവിധ സ്ഥാപനങ്ങളും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ശരീരോഷ്മാവ് പരിശോധിച്ചും ഗ്രീൻ പാസ് നോക്കിയുമാണ് ഷോപ്പിംഗ് മാൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിനായുള്ള നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കുവൈറ്റ് അധികൃതർ. രാജ്യത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗം നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചു. ഷോപ്പിംഗ് മാളുകൾ ഉൾപ്പെടെ വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് യോഗാനന്തരം സമിതി അംഗവും ആരോഗ്യ മന്ത്രാലയത്തിലെ പകർച്ചവ്യാധി പ്രതിരോധ വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ അഹമ്മദ് അൽ മുത്തൈബ അറിയിച്ചു. വാക്സിൻ എടുക്കാത്തവർക്ക് മാളുകളിൽ പ്രവേശനം നൽകില്ല. വായയും മൂക്കും മറയും വിധം മാസ്ക് ധാരണം കൃത്യമായിരിക്കണം. കൈകളിൽ സാനിറ്റൈസർ ഉപയോഗവും സാമൂഹിക അകലവും ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡിന്റെ വകഭേദമായ ഒമിക്രോൺ ചെറുക്കാനായി തുണി കൊണ്ടുള്ള ഫാഷൻ മാസ്കുകൾ അപര്യാപ്തമാണെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. ഫാഷൻ ഉൽപ്പന്നം എന്ന രീതിയിൽ തുണി കൊണ്ട് വിവിധ നിറത്തിൽ നിർമ്മിക്കുന്ന മാസ്കുകൾക്കെതിരെയാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പുനരുപയോഗിക്കാവുന്ന ഇത്തരത്തിലുള്ള പല മാസ്കുകളും കോവിഡ് വൈറസിനെ ചെറുക്കുന്നതിൽ പിന്നിലാണെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ലെഗാറ്റാം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ 2021 അഭിവൃദ്ധി സൂചികാ പട്ടികയിലെ കണക്കുകൾ പ്രകാരം അറബ് രാജ്യങ്ങൾക്കിടയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് യുഎഇ. സാമ്പത്തിക വളർച്ച, ജീവിത നിലവാരം, ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യക്തിഗത ക്ഷേമം എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വർഷാവർഷം പ്രോസ്പെരിറ്റി ഇൻഡെക്സ് എന്ന പേരിൽ ഈ റാങ്കിംഗ് സംവിധാനം സംഘടിപ്പിക്കുന്നത്. സമൂഹങ്ങളുടെ നവീകരണവും അഭിവൃദ്ധിയും ലക്ഷ്യമിട്ട് രാജ്യങ്ങൾ നടത്തുന്ന സാമ്പത്തിക ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലെ ശക്തിയും ബലഹീനതയും ഉയർത്തിക്കാട്ടുക എന്നതാണ് സൂചികയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.